യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തുതി. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ കർത്താവിൻ്റെ കരുണയൊഴുകട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, വലിയ ദാഹത്തോടെ വചനം കേൾക്കുന്നവർ, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ, സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാവരെയും യേശുവേ ഞങ്ങളുടെ ആണിപ്പാടുള്ള കരം വെച്ച് അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ആകാശത്തിൽ, ഭൂമിയിൽ, പാതാളത്തിൽ എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്ന അത്ഭുത നാമത്തിൽ എല്ലാ പീഡകളും വിട്ടുമാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ. യേശുവേ, എപ്പോഴും അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ആ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. നമ്മുടെ കഷ്ടതകളെയും സഹനങ്ങളെയും ഒക്കെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കണം. ആരാധിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നമ്മുടെ മേൽ ഒഴുകുന്നത്. ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുക, അല്ലെ പോയി ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുക, താമസിച്ച് ധ്യാനം കൂടുക, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ആവശ്യക്കാർ, കടബാധ്യതക്കാർ, രോഗികൾ, കുടുംബം തകർന്നവർ, ജീവിതത്തിൽ പരാജയപ്പെട്ടവർ, അവർക്കൊക്കെയുള്ള പരിപാടിയാണ് പള്ളിയും പ്രാർത്ഥനയുമെന്ന്. തെറ്റിപ്പോയി. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കണം. നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിശുദ്ധ ബൈബിളിൽ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെ വചനങ്ങൾ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി.
എന്നിട്ട് അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അനുഗ്രഹിക്കുക, കരുണ കാണിക്കുക എന്നൊക്കെയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഹൃദയവും അങ്ങനെ തന്നെയാണ്. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു. ശിഷ്യ സമൂഹത്തെ മുഴുവൻ യേശു അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. യേശു സ്വർഗത്തിലേക്ക് പോയി സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനാവുകയാണ്. അവർ അവനെ ആരാധിച്ചു. ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു. അപ്പോൾ യേശു അവിടെ ഉണ്ടോ? യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, സ്വർഗത്തിൽ വസിക്കുന്ന യേശുവിനെ, ദൈവം തന്നെയായ യേശുവിനെ അവർ ആരാധിക്കുകയാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിനെ നമ്മൾ ആരാധിക്കുകയാണ്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാൻ 4:25. എൻ്റെ പിതാവ് യഥാർത്ഥ ആരാധകരെ അന്വേഷിക്കുകയാണെന്ന് യേശു സമറിയാക്കാരിയോട് പറയുന്നുണ്ട്. യഥാർത്ഥ ആരാധകർ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം. ഇവിടെ ഇതാ ശിഷ്യന്മാർ യേശുവിനെ ആരാധിക്കുക. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരാരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 10-11 വചനം. കിഴക്ക് ഒരു നക്ഷത്രം കണ്ടിട്ട് 3 രാജാക്കന്മാർ യേശുവിനെ തേടി പുറപ്പെടുകയാണ്. മാനവരാശിയുടെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അടയാളമായിട്ട് അവർ നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം കാണിച്ച വഴിയിലൂടെ അവർ യേശുവിനെ തേടി പുറപ്പെടുകയാണ്. ബേത്ലഹേമിലെ കാൽത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ അവർ കണ്ടെത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ നക്ഷത്രം ആകാശത്തിൽ അവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ട്, അടയാളം കാണിച്ചുകൊണ്ട് അവിടെ നിന്നു. ഈ 3 രാജാക്കന്മാർ യേശു ജനിച്ച പുൽക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, പരിശുദ്ധ മറിയത്തോടൊപ്പം അവർ ശിശുവിനെ കണ്ടു. അവർ ശിശുവിനെ ആരാധിച്ചു. പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു ആരാധിച്ചു. മറിയത്തോടൊപ്പം ശിശുവിനെ കണ്ടു. നമ്മൾ ഓരോരുത്തരും യേശുവിനെ ആരാധിക്കേണ്ടത് മറിയത്തോടൊപ്പമാ. ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാ പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, അമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കേണ്ടത് അമ്മയോട് ചേർന്നുകൊണ്ട്, പുത്രനെ മഹത്വപ്പെടുത്തി സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര. രാജാക്കന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിനെ ആരാധിച്ചു. രാജാക്കന്മാരുടെ രാജാവിനെ, കിങ് ഓഫ് കിങ്, രാജാതിരാജനായ ക്രിസ്തുവിനെ ആ 3 രാജാക്കന്മാർ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആ കാലിത്തൊഴുത്തിൽ മാതാവുണ്ടായിരുന്നു, ഔസേപ്പിതാവുണ്ടായിരുന്നു, ആട്ടിടയന്മാരും മറ്റ് മൃഗങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വ്യൂഹം മാലാഖമാർ ഇറങ്ങി വന്ന യേശുവിനെ ആരാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാണ്. ദേവാലയത്തിൽ പോയേ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദേവാലയത്തിൽ
ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. ദേവാലയം വിശുദ്ധ സ്ഥലമാണ്. അവിടെ ഒരു സമൂഹമായിട്ട് ദൈവത്തിൻ്റെ ജനം ആരാധിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുക ദൈവജനത്തിൻ്റെ മേൽ. ആ ദേവാലയത്തിലേക്ക് നമ്മൾ പോകുന്നത് കാഴ്ചക്കാരായിട്ട് നിൽക്കുവാനല്ല, ദേവാലയത്തിന് പുറത്ത് മോണ്ടളത്തിൽ നിൽക്കുവാനല്ല, കഥ പറയുവാനോ കാഴ്ച കാണുവാനോ അല്ല നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തനോട് ചേർന്ന്, ഗായക സംഘത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുക ഓരോ വിശുദ്ധ കുർബാനയിലും. ഏറ്റവും വലിയ ആരാധനയാ വിശുദ്ധ കുർബാന. അല്ല, ആരാധിക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്, ആരാധിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, ആരാധിക്കുമ്പോഴാണ് സൗഖ്യം ലഭിക്കുന്നത്, ആരാധിക്കുമ്പോൾ എല്ലാ പൈശാചിക കെട്ടുകളും അഴിയപ്പെടുകയാണ്. അപ്പസ്തോലന്മാർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് അവർ മടങ്ങി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ ആരാധിച്ചു. അവർ അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നത്. ഹല്ലേലൂയാ. ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം, സമാധാനം, സന്തോഷമെല്ലാം നിറയുന്നത്. എങ്ങനെ ആരാധിക്കും? നമ്മൾ നന്നായിട്ട് പാടി സ്തുതിച്ച് യേശുവിനെ ആരാധിക്കണം. യോഹന്നാൻ സ്ലീഹ ഒരു സ്വരം കേട്ടു, സ്വർഗത്തിലെ ഒരു സ്വരം, ഹല്ലേലൂയ ഹല്ലേലൂയ പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാൻ സാധിക്കണം. പാടി ആരാധിക്കുമ്പോൾ, സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആരാധനയിൽ നമുക്ക് വിടുതൽ ലഭിക്കുന്നു. നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ, നിരാശകൾ, സങ്കടങ്ങൾ ഒക്കെ വിട്ടുമാറും. ആനന്ദിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആനന്ദം കൊണ്ട് നമ്മൾ നിറയുക. ആനന്ദിച്ച് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ആനന്ദിച്ച് യേശുവിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരായിരുന്നു, ദൈവത്തോടുകൂടെ ആയിരുന്നു. ദേവാലയത്തിൽ, ദൈവസാന്നിധ്യത്തിൽ സദാസമയം എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരായിരുന്നു. നമ്മൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ഇനി ചിലരൊക്കെ വിചാരിക്കുന്നു, ആരാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. നല്ല ബുദ്ധിമാന്മാർ, നല്ല കഴിവുള്ളവർ, നല്ല ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവർ, അങ്ങനെ പലരും അവർക്ക് ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് അവർക്കെന്തോ ഒരു അവജ്ഞ പോലെയാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ മടി വിചാരിക്കുന്നവരൊക്കെ ഓർത്തുകൊള്ളുക, ഒരു ദിവസം നീ മരിക്കും, ഈ മണ്ണിൽ കുഴിച്ചിടും, നിന്റെ ശരീരവും പുഴുതിന്നും. ജീവിക്കുന്ന നാളിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. നിന്റെ ബുദ്ധിശക്തി, നിന്റെ കഴിവ്, നിന്റെ സമ്പത്ത്, നിന്റെ അഹങ്കാരം ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്ക് തടസ്സമാവരുത്. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷം മുൻപ് ഞാനൊരു ദേവാലയത്തിൽ ഇടവക ധ്യാനം നടത്തുകയാണ്. 2 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു, സാബു ബ്രദറെ, രാവിലെ കൃത്യം 9 മണിക്ക് വന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന ആ ചേട്ടനെ കണ്ടോ? ഞാൻ ആ ചേട്ടനെ ശ്രദ്ധിച്ചിരുന്നു. നല്ല തേച്ചു മടക്കിയ വൃത്തിയുള്ള മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട നല്ലൊരു അപ്പച്ചൻ. കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാണ്, നല്ല ആഠ്യത്യമുള്ള വ്യക്തിയാണ്. എല്ലാ ദിവസവും രാവിലെ കൃത്യം 9 മണിക്ക് ദേവാലയത്തിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, 5 മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി
ഞാനിപ്പോഴും ആ മനുഷ്യൻ്റെ മുഖമോർക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഏറ്റവും ആദ്യം ആ മനുഷ്യൻ കൈകൾ കൂപ്പി പിടിച്ച് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കും. ആ വികാരിയച്ഛൻ പറയുകയാണ്, ആ മനുഷ്യന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, വലിയ സമ്പന്നന, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഒരു 2000 കോടി രൂപയുടെയെങ്കിലും ആസ്തിയുണ്ട്. അതുപോലെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. എത്രയോ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവർ, ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവർ നിരന്തരമായിട്ട് ബലിയർപ്പിക്കുന്നു, ആരാധിക്കുന്നു, കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് തന്ന കഴിവ്, നിന്റെ ബുദ്ധിശക്തി, നല്ല ജോലി, ഇതെല്ലാം ദൈവം ദാനമായിട്ട് നൽകിയതാ. എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ, ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? നിനക്ക് അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. നീ ഈ നിമിഷം മുതൽ നിന്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങും. നിന്റെ തകർച്ചകൾക്ക് മാറ്റമുണ്ടാവും. സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. തകർച്ചയാണെങ്കിലും വലിയ നന്മകൾ ദൈവം നമുക്ക് തരുമ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം. രോഗമാണെങ്കിലും രോഗമല്ലെങ്കിലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കണം. ആര് ദൈവത്തെ ആരാധിക്കുന്നുവോ അവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നൽകും. ഹല്ലേലൂയ. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ആരാധനയിലാണ്. ആരാധനയിൽ പൈശാചിക ബന്ധനങ്ങൾ, തിന്മയുടെ ആധിപത്യങ്ങൾ ഒക്കെ തകർക്കപ്പെടുകയാണ്. യേശയ്യ 66:23 സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും, കർത്താവ് അരുളി ചെയ്യുന്നു. സാബത്ത് മുതൽ സാബത്ത് വരെ എല്ലാ മനുഷ്യരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായിട്ട് വരും. സാബത്ത് നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. സാബത്ത് ദൈവാരാധനയുടെ ദിവസമാണ്. സാബത്ത് കള്ളുകുടിക്കാനും ചുട്ടുകളിക്കാനും തോന്നിവാസം നടക്കാനും വ്യഭിചാരം ചെയ്യാനും അനാവശ്യം കാണിക്കാനുമുള്ള ദിവസമല്ല. സാബത്ത് ദിവസം ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുന്നൊരു ബിസിനസ് നടത്തുന്നവരുണ്ട്. അതൊന്നും ഒരു ശരിയായ കാഴ്ചപ്പാടല്ല. അത് ദൈവവചനത്തിന് വിരുദ്ധം തന്നെയാണ്. സാബത്ത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോടൊത്ത് വിശ്രമിക്കുവാനുള്ള ദിവസമാണ്. സാബത്ത് ദിവസം ഭാര്യയും മക്കളും മാതാപിതാക്കളും എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനും കർത്താവിനെ സ്തുതിക്കാനും പാട്ടുപാടുവാനും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും ഒക്കെ കഴിയണം. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. യേശുവിനെ നമുക്ക് ആരാധിക്കാം. പല കുടുംബങ്ങളിലും വാതിൽപ്പടിയിൽ എഴുതി വച്ചിട്ടുണ്ട്, യേശുവാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ. പക്ഷേ യേശു അവിടെ പലപ്പോഴും ഉണ്ടാവത്തില്ല. കാരണം യേശുവിന് അവിടെ ഒരു സ്ഥാനവുമില്ല. കാരണം പ്രാർത്ഥനയില്ല. കള്ളുകുടിയും ചുറ്റുകളിയും തോന്നിവാസവും ചീത്തവിളിയും വഴക്കും ബഹളവും ഒക്കെയായിട്ട് സമാധാനമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ. ഭിത്തിയിൽ കർത്താവിൻ്റെ ഫോട്ടോ ഉണ്ടായിട്ട് കാര്യമില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 പത്രോസ് 3:15, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ദൈവമായി നിങ്ങളുടെ ഹൃദയത്തിൽ ആരാധിക്കുക. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഹൃദയത്തിൽ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു എപ്പോഴുമുണ്ട്. ആ യേശുവിനെ ആരാധിക്കുവാൻ, ആ യേശുവിനെ സ്തുതിക്കുവാൻ, ആ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്കെപ്പോഴും കഴിയണം. ദൈവാരാധനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം. ആരാധിച്ച ശിഷ്യന്മാർ ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദേവാലയത്തിലിരുന്ന് സദാസമയവും
ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തിലായിരുന്നു. നമുക്കും എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. നിരന്തരം ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും ഒന്ന് എണീറ്റു നിൽക്കുക. നമുക്ക് കൈയൊക്കെ അടിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ച് ഒരു പാട്ട് പാടാം. കരങ്ങളൊന്ന് ഉയർത്തി അടിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി. കർത്താവേ അങ്ങേ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്തുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. എല്ലാ കെട്ടുകളും അടിക്കണമേ. ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ. ആരാധനയുടെ വലിയൊരു ദൈവാനുഭവം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. എൻ്റെ പേര് ടിൻഡോ, വീട് തൊടുപുഴയാണ്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സാബുറിൻ്റെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഗുഡ് ന്യൂസിൽ വരുന്നത്. അപ്പോൾ എൻ്റെ നെയ്ബറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടെന്ന്. പക്ഷേ അന്നൊക്കെ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ എല്ലാ രീതിയിലുള്ളൊരു ചാബല്യങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ധ്യാനത്തോടൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം എന്താണ് ഈ ധ്യാനം, അങ്ങനെയൊന്നും എനിക്ക് പെട്ടെന്നില്ലായിരുന്നു. അപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന മൈൻഡോട്ടാണ് ഞാൻ ധ്യാനത്തിൽ വന്നത്. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇറച്ചി കൂട്ടത്തില്ലായിരുന്നു. അതായത് കോഴിയിറച്ചി കൂട്ടിയ കുഴപ്പമില്ല, ബാക്കി എല്ലാ രീതിയും ഇറച്ചി കൂട്ടിക്കഴിഞ്ഞാലും എൻ്റെ ശരീരം പെട്ടെന്ന് തടിച്ച് വീർക്കുമായിരുന്നു. ശരീരം തടിച്ച് വീർത്തിട്ട് മേലും മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. അപ്പോൾ അത് ഒത്തിരി സ്ഥലത്ത് പോയിട്ടും ഞാനത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത്. കാരണം ഇറച്ചിയുടെ ചാറ് കൂട്ടിയാൽ മതി, അത്ര രീതിയിൽ ഇങ്ങനെ തടിച്ച് വീർത്തിട്ട് മേലും മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് കടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ലേശം ചാറ് പോലും കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഗുഡ് ന്യൂസിൽ വെച്ച് ബ്രദർ ഇങ്ങനെ സൗഖ്യം പറഞ്ഞുകൊണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പൊതുവെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇറച്ചി കൂട്ടുമ്പോൾ ഇങ്ങനെ അലർജിയുള്ള ആളുടെ സൗഖ്യം പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാനത് എനിക്ക് അറിയില്ല എനിക്കാണോ സൗഖ്യപ്പെട്ടതെന്ന്. അപ്പം ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ട് പോയി ഇറച്ചി കൂട്ടിക്കോ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന്. പക്ഷേ എന്നാലും ഞാൻ പേടിയോട്ട് കൂടിയാണ് ഇറച്ചി കൂട്ടിയത്. കാരണം എനിക്ക് അതിന് മുമ്പിലത്തെ അവസ്ഥ ഭയാനകമായിരുന്നു. കാരണം ഇറച്ചിയുടെ ചാറ് കൂട്ടി കഴിഞ്ഞാൽ അത്രയും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ബ്രദർ പറഞ്ഞതല്ലേ നീ ധൈര്യമായിട്ട് ഇറച്ചി കൂട്ടാൻ പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പേടിച്ചാണ് ഇറച്ചി കൂട്ടിയത്. എനിക്കും പേടിയുണ്ടായിരുന്നു വരുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ അതിന് ശേഷം പറയുവാണ് എനിക്ക് അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് പൊട്ടിയുടെ ഒരു ചെറിയ കഷ്ടം പോലും കൂട്ടാൻ പാടില്ലായിരുന്നു. അന്ന് ധ്യാനത്തിന് വന്നതിന് ശേഷം ഇത്ര നാൾ വരെ എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതിറച്ചി എനിക്ക് കഴിക്കാം. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. വെച്ചൊരു 6-7 വർഷം മുമ്പ് 6 വർഷം ഈ മകൻ നമ്മുടെ ധ്യാനം 6 വർഷം മുൻപ് കൂടിയതാണ്. അന്ന് കിട്ടിയ അത്ഭുതമായ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു